ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ്. നാരങ്ങ ഈന്തപ്പഴം അച്ചാർ. അതിന് ഒരു നാരങ്ങ 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതൊരു 12 എണ്ണം ഉണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കിയ ഈന്തപ്പഴം കുരു കളഞ്ഞ് ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയിലേക്ക് ഒരു 5 സ്പൂൺ ഉപ്പ് ഇട്ട് ഇളക്കി 1 മണിക്കൂർ വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ നാരങ്ങ ഉപ്പുമായിട്ട് അലിഞ്ഞ് ചേർന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈന്തപ്പഴം നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തുവെന്ന് നോക്കാം. അതിന് വേണ്ടത് പച്ചമുളക് 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂണ്, കറിവേപ്പില, വെളുത്തുള്ളി, കടുക്, ഉലുവ, എണ്ണയിൽ താളിക്കാൻ വേണ്ടി. ഒരു പാൻ ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും നന്നായി മൂക്കുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മുടെ നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആ വെള്ളവും എല്ലാം കൂടെ അതേപോലെ ഒഴിക്കണം ഇതിനകത്ത്. ആവശ്യത്തിന് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. തീ നന്നായി കുറച്ചിടണം. ഒരു 3 മിനിറ്റ് നന്നായി കിടന്ന് വേകട്ടെ. ഈ സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക. മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുരു കളഞ്ഞ് അടുത്തി വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും കൂടെ ചേർക്കുക. ഈന്തപ്പഴവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈന്തപ്പഴം ഇട്ടതിന് ശേഷം കൂടെ ഒരു 5 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 മിനിറ്റ് ഇരുന്ന് വേകട്ടെ സാധനം. ഇനി ഉപ്പിടേണ്ട കാര്യമില്ല. ഉപ്പ് നമ്മൾ നാരങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഈ സമയത്ത് ഇനി മധുരമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ മിക്സ് ചെയ്യാം. അതിപ്പോൾ തന്നെ ചേർക്കേണ്ടതാണ്. ഈ ഈന്തപ്പഴം നാരങ്ങാച്ചാർ ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എരിവ് ഉപ്പും പുളിയും ഒന്നും അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിച്ച് നോക്കുക, നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഈന്തപ്പഴം നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം. അങ്ങനെ പറയണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.